ഇന്ന് നമുക്കൊരു വിരുന്നുകാരിയുണ്ട്. വിരുന്നുകാരിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് ചിക്കൻ. വിരുന്നുകാരിയും വീട്ടിലെ ആളും കൂടി പോയി വാങ്ങിച്ചിട്ട് വന്നു ചിക്കൻ. രണ്ടുപേരും കൂടി കടയിൽ പോയി. മോനും എൻ്റെ മോളും കൂടി പോയി വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ചിക്കൻ കുറച്ചെടുത്ത് പൊരിക്കണം, കുറച്ച് കറിയും വയ്ക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഉള്ളി, തക്കാളി, ഉരുളൻകിഴങ്ങ്, പച്ചമുളക് എല്ലാം വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. ഇതെൻ്റെ സ്റ്റൈലിലുള്ള വെക്കലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രസമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അഭിപ്രായം ഒന്ന് കമൻറ്റിൽ പറയുക. ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു, മുറിച്ചെടുത്തു. ജസ്റ്റ് ഒന്ന് വല്ലാണ്ട് കനം കുറയൊന്നും വേണ്ട, എന്നാലും ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ശേഷം അതെല്ലാം കൂടി വരിയിട്ട് ചട്ടിയിലേക്ക് ഇടുക. ഉള്ളി വാട്ടാനൊന്നും നിൽക്കണ്ട കേട്ടോ. സവാള ചേർക്കുക. ഇതാണ് എൻ്റെ ഓപ്പൺ കിച്ചൺ. ഞങ്ങൾ ഇതുണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടവരൊക്കെ ചോദിച്ചു ഇതെന്താ ഹോട്ടലാണോന്ന്. എല്ലാവരും കളിയാക്കിയാലും എനിക്കിത് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമ്മളെ അടുക്കളയിൽ ഒറ്റയ്ക്കായൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ശരിക്കും ബാക്കിയുള്ള എല്ലാ റൂമിൻ്റെയും കൂടി ഒരു ഭാഗമായ പോലെ തന്നെയാണ് തോന്നൽ. ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഇപ്പുറത്തുള്ളവരെങ്ങനെ കാണാം. പിന്നെ ഭക്ഷണം വിളമ്പിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ട, അവിടെ നിന്ന് നേരെ എടുത്ത് കൊടുത്താൽ മതി. സംഭവം നല്ല രസമാണ്. പിന്നെ ടി വി കാണണമെങ്കിൽ ടി വി കാണാം. ചിലപ്പം ചില സമയത്തൊക്കെ ഞാൻ ഈ മീനൊക്കെ നന്നാക്കൽ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ടി വിയും കാണാം, അതേപോലെ തന്നെ എൻ്റെ പണി നടക്കും. പിന്നെ ആകെയുള്ളൊരു സന്തോഷം എന്നൊക്കെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൂപ്പര് അപ്പുറത്തിരുന്നു കണ്ട് ഇങ്ങനെ ലൈനടിക്കും. അതാണ് ആകെയുള്ളൊരു സന്തോഷം. മൂപ്പർക്ക് എന്നെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പം അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാണ് മൂപ്പര് പറയുന്നത്. ഇപ്പം നമ്മൾ ചിക്കനിക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോൻ്റെ അവസാനം ലൈക്ക് ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട, അപ്പം തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ചിക്കൻ ചേർത്തിട്ട് നന്നായി ചിക്കൻ ആ മസാലയിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് നേരെ അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അടുപ്പത്തേക്ക് വെച്ചിങ്ങനെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അടുപ്പിലാണ് ഫുള്ള് പരിപാടി. വെക്കേഷൻ അല്ലാത്ത സമയത്ത് നമുക്ക് അടുപ്പത്തൊന്നും പണിയെടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഗ്യാസുമ്മലാണ് എല്ലാ പരിപാടിയും. വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ അടുപ്പത്തേക്ക് ആക്കിയത് കേട്ടോ. എത്ര എന്ത് പറഞ്ഞാലും അടുപ്പത്തുണ്ടാക്കുന്ന കറിൻ്റെ ഒരു ടേസ്റ്റ് അതെന്താണെന്നറിയില്ല, ഒരു വേറെ വൈബാണ്. ഈ ചിക്കൻ കറി ആവുന്ന സമയം കൊണ്ട് നമുക്ക് പൊരിക്കാനുള്ള ചിക്കൻ മസാല തേച്ച് വയ്ക്കാം. മസാല തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്മിയിൽ നിന്ന് മസാല അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ വെക്കാനുള്ളൊരു സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അരയ്ക്കാൻ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അരയ്ക്കുക. ഇപ്പോൾ അവിടെ എനിക്ക് എടുത്തതിൻ്റെ പാകത്തിനുള്ള അമ്മിയാണേ. ഈ സിങ്കിലേക്ക് ചേച്ച് വെച്ചിട്ട് ഞാൻ കിഴും. അങ്ങനെയാണ് ഇതിൻ്റെ അമ്മി പരിപാടി. ഇതാണ് എൻ്റെ സ്വന്തം ഓപ്പൺ കിച്ചൻ്റെ കുറച്ച് വൈഡായിട്ടുള്ള വ്യൂ. ഇങ്ങനെയാണ് വരിക. ഡൈനിങ് ഹാളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ കിച്ചൺ കാണുക. ഉള്ളി ആദ്യം ഒന്ന് നന്നായി ചതച്ചെടുത്തതിൻ്റെ ശേഷം
അരയ്ക്കുക. ഇല്ലെങ്കിൽ ഈ ഉള്ളി മുഴുവൻ ചാടിപ്പോവും പുറത്തേക്ക്. വെളുത്തുള്ളി അരച്ച് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇഞ്ചിയാണ് അരയ്ക്കാൻ പോകുന്നത്. ഇഞ്ചി അറിയുന്നില്ലല്ലോ. ഇഞ്ചിക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെയാണ്. ഇവിടെ അടുപ്പത്ത് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കറി തിളച്ച് തുടങ്ങുന്നുണ്ട്. അടുപ്പ് നന്നായി കത്തുന്നുണ്ട്. ഞാൻ ചിക്കൻ മസാല തേക്കുന്ന സമയത്ത് തക്കാളി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ അത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. ആ മിക്സിയിലിട്ട് അടിച്ചാൽ ഒറ്റയടിക്ക് തീരുന്ന പണിയുള്ളൂ. പക്ഷെ എന്നാലും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഒഴിവുണ്ടാകുമ്പോൾ ഒരു ഭ്രാന്താണ്. ഇതൊക്കെ ഒരു രസം. ഇത്തിരി വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം എന്ന് പറയും, അതും കൂടി ഒന്ന് അരച്ചെടുക്കാം. വയറിന് നല്ലതാണ് എപ്പോഴും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. തക്കാളി അരച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി അതിൽ മസാലകളൊക്കെ ഇട്ട് സെറ്റാക്കി ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. എപ്പോഴും ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് അധികം അരച്ച് വയ്ക്കും. അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നതാണ്. അമ്മ തരുമ്പോൾ കുറച്ച് കൂടുതൽ തരും. അപ്പോൾ അരച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ്. മുളക് പൊടിൻ്റെ എരിവിനും നിങ്ങളുടെയൊക്കെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം മുളക് പൊടി. അല്ലാത്തവർക്ക് ഒരു 2 സ്പൂണൊക്കെ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വീഡിയോ കണ്ടിട്ട് വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. എവിടെ ഉണ്ട് ചീനച്ചട്ടി? ഇതിൻ്റെ അന്നമുള പാട്ടാണ്. കറി വെന്തിക്കണ്. നമ്മൾ മസാല ഒക്കെ സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് ഇനി കുറച്ച് ചീരുള്ളി ഇട്ടിട്ട് വറവിടാം. നിങ്ങൾ ചീരുള്ളിന്നോ ചെറിയ ഉള്ളിന്നോ എന്താ പറയുക, ചുമന്നുള്ളിന്നോ, ഓരോ സ്ഥലത്ത് ഓരോ പേരാണിത്. വീഡിയോ എടുക്കാൻ ആൾ വരാൻ വൈകിയപ്പോഴേക്കും ഉള്ളി കരിയൽ തുടങ്ങി. അപ്പോൾ വേഗം കോരി അങ്ങോട്ട് ഒഴിക്കാമെന്ന് വെച്ച്, കോരി ഒഴിക്കൽ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വേഗം ഒരു തുണി എടുത്ത് പിടിച്ച് പാത്രം എടുത്ത് ഒഴിച്ചു. അതുകൊണ്ട് ഉള്ളി കരിഞ്ഞില്ല. കറി റെഡി. അടുത്തതായിട്ട് നമുക്ക് പപ്പടം കാച്ചണം. പപ്പടം പൊള്ളിക്കുക എന്നും പറയും. ചൂടായി വരികട്ടാ. ഇത് എണ്ണ ഇവിടെ കാണിട്ടോ. ഇതാ ഇത് ചൂടായി വരികയാണ് എണ്ണ. എൻ്റെ അമ്മ ചൂടായോന്ന് നോക്കാം. പപ്പടത്തിൻ്റെ ചെറിയ പീസ് ഇട്ട് നോക്കുകയാണ്. അതിൻ്റെ വായക്കാണെന്ന് മാത്രം. കിട്ടും ചൂടായിക്കണേ. അമ്മതാ പപ്പടം പൊരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉണ്ട പപ്പടം ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? എനിക്കിഷ്ടം അങ്ങനത്തെ ഉണ്ട പപ്പടം. അതുകൊണ്ട് ഞാൻ പപ്പടത്തിന് ഹോൾ ഇടാതെയാണ് പപ്പടം പൊരിക്കാറുള്ളത്. എണ്ണ വെച്ച് ചൂടാവാൻ കാത്തിരിക്കാട്ടാ. ചൂടായി ചൂടായി ചൂടായി. അമ്മ ചിക്കൻ വറക്കുന്നു. പടപട പൊട്ടുന്നു ചിക്കൻ വറക്കുമ്പോൾ. അടുപ്പത്തുണ്ടാക്കിയ ഭക്ഷണം ഇലയിലും കൂടി കഴിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്, ഹാപ്പിയാണ്.